വളരെ പെട്ടെന്ന് നമുക്കൊരു നൂറ്റാണ്ടിനെ തിരിച്ചു കൊണ്ടുപോകാം. നമ്മൾ താലിബാനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ അവർ വലിയ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയത്ത് പോലും വലിയ ശാസ്ത്രതൽപരരും സർഗവാസനയുള്ളവരുമായിട്ടുള്ള ആളുകൾ അന്ന് നൈറ്റ് ക്ലബ്ബുകളിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അതിനു മുൻപ്, അതിനുശേഷം നോക്കൂ, താലിബാൻ വന്നതിന് ശേഷം സംഭവിച്ചത് എന്താ? സ്ത്രീകൾക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഈ യുക്തിയുടെ തുടർച്ചയാണെന്നേ. എന്തിന് നിങ്ങൾ സ്കൂളിൽ പോകണം? എന്തിന് നിങ്ങൾ പഠിക്കണം? നിങ്ങൾ ഈ പറയുന്ന കൃഷിയിടങ്ങളായി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു കൊള്ളൂ എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ പ്രതിലോമ ചിന്തയുടെ പ്രതിഫലനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റുപോകുന്ന ഒന്നാന്തരം രാഷ്ട്രീയ കറൻസിയാണെന്ന് ചില നേതാക്കൾക്കും ചില വിദ്യാർത്ഥി സംഘടനകൾക്കും അറിയാം. അവരുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ എന്നെ നിരാശപ്പെടുത്തിയത്. പ്രായം ചെന്നിരിക്കുന്ന ഈ ആളുകളുടെ മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ ബുദ്ധിജീവികളായിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ പുതുതലമുറയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞാലോ, അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ സൂംബയുടെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. സൂംബയാണെങ്കിൽ സൂംബ, ലഘുവ്യായാമമാണെങ്കിൽ ലഘുവ്യായാമം. അത് ഈ പറയുന്നത് പോലെ ആഭാസകരമായ നൃത്തച്ചുവടുകളൊന്നുമല്ല. അത് ഒരു ഒന്നാന്തരം കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഒരു നൃത്തരൂപമാണ്. ആ നൃത്തരൂപത്തിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ സമൂഹത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നപ്പോൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് നടത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് വരുന്നു. അവിടെ ജനാധിപത്യ രാജ്യമാണല്ലോ.